ടെക് ഫ്ലൈ കോഡിംഗ് ചലഞ്ചിൻ്റെ ഡേ 13 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റിൻ്റെ ഏകദേശം ഒരു പകുതി സെക്ഷനോളം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ ബാക്കി ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിനി ടൈം കളയുന്നില്ല, നേരെ VS Code ഓപ്പൺ ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ ഈ ഒരു സെക്ഷൻ വരെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലത്തെ സെക്ഷനോട് ഏകദേശം സാമ്യമുള്ള ഒരു സെക്ഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ നേരെ മുകളിലത്തെ ആ ഒരു സെക്ഷന് കോപ്പി ചെയ്തതിന് ശേഷം അത് അതേപോലെ എഴുതാണ്. നമുക്കിതിനകത്ത് 3 ഡിവാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 ആക്കി കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഗ്രിഡ് കോൾസ് 4 ഉണ്ടായിരുന്നു, നമുക്ക് എത്ര ഉള്ളൂ, 3 ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 ആക്കി കൊടുത്തു. പിന്നെ അതേപോലെ ഈ ടെക്സ്റ്റ് സെൻറ്ററൊക്കെ ഒഴിവാക്കിയിട്ട് ടെക്സ്റ്റൊക്കെ എന്താണ്, ലെഫ്റ്റിലാണ് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതൊക്കെ ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടൻറ്റ് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗോ ലൈവ് പോവുകയാണ്, എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് വന്ന് നിന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കണ്ടൻറ്റുകൾ മാറ്റി കൊടുക്കാം. ഫസ്റ്റ് വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡിഷസ്. അതേപോലെ നെക്സ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ഡിഷസ് ഫ്രം അവർ മെനു. ഒരു BR ഉണ്ട്, അതിനുശേഷം അവർ മെനു. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡിവിന് വേണ്ട സ്റ്റൈലുകളാണ്. ഞാൻ ഇവിടെ ഗ്യാപ്പ് 5 എന്നുള്ളത് 10 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് ആണ് വരുന്നത്. നമ്മുടെ ഈ ഇമേജിന് പാഡിങ്ങും ഇതൊന്നും ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ബാക്ക്ഗ്രൗണ്ട് കളറും പാഡിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടൻറ്റ് കൊടുക്കാം, ഫാറ്റോസ് സാലഡ്. അതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഐറ്റം. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് ബാക്കിയുള്ളിടത്തും സ്റ്റൈലായിട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു 2 സെക്ഷനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ ഇമേജും കണ്ടൻറ്റുമാണ്. ജസ്റ്റ് പോയി നോക്കാം. രണ്ടാമത്തെ വെജിറ്റബിൾ സാലഡാണ്. ഞാൻ എന്ത് ചെയ്യണം, വെജിറ്റബിൾ സാലഡാക്കി. മൂന്നാമത്തത് എഗ്. വെജി സാലഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. ഡിവിൻ്റെ ഉള്ളിൽ IMG ഫൂട്ടർ ലെഫ്റ്റ് ഇമേജ്. ഓക്കെ, ഇനി div ഡോട്ട് റൈറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു H3 ഉണ്ട്, പിന്നെ ഒരു H1 ഉണ്ട്, പിന്നെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ എഴുതാം. H3 H1 ഓക്കെ. പി ഞാൻ എന്ത് ചെയ്യണം, ഒരു കോഡ്സ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ norm 25. ഓക്കെ, ഇനി H1 വാട്ട് അവർ കസ്റ്റമേഴ്സ് സേ അബൌട്ട് us. ഓക്കെ, ഇനി ടൈറ്റിൽ ടെസ്റ്റിമോണിയൽസ്. ഓക്കെ, നമ്മുടെ ഈ H3ക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു H3യുടെ സെയിം സ്റ്റൈലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അത് കോപ്പി ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ H1ൻ്റെ സ്റ്റൈല്, അത് ഇവിടുത്തെ സെയിം സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ അതും എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തിട്ട് കൊടുക്കണം. ഇതിനകത്തൂടെ നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമുക്ക് BR ഉണ്ട്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റൊക്കെ എന്താണ്, ക്യാപിറ്റലൈസ് ആണ്. നമുക്ക് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് എന്ന് കൊടുത്തു. ജസ്റ്റ് പോയി നോക്കാം, നമ്മുടെ ആ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ പാരഗ്രാഫിനുള്ള സ്റ്റൈലും കൂടി കൊടുക്കാം. പാരഗ്രാഫിന് നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കോപ്പി ചെയ്തു, അങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റിൻ്റെ സ്റ്റൈൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ബാക്കിയുള്ള സ്റ്റൈലുകൾ കൊടുക്കാം. ക്ലാസ് PY20. അതുപോലെ റാപ്പർ കഴിഞ്ഞിട്ട് ഫ്ലക്സ് ഇട്ടിട്ട് ഇതിനെ ഒരേ ലൈനിൽ നിർത്താം. ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ക്ലാസ് വിഡ്ത്ത് 48%. ക്ലാസ് വിഡ്ത്ത് ഫുൾ. ഓക്കെ, നമുക്കിതിൻ്റെ വിഡ്ത്ത് ഇത്ര വേണ്ട, ജസ്റ്റ് ഒരു 70% മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ ഫൂട്ടർ. ഓക്കെ, അപ്പം ഇനി ഈ ഫൂട്ടറും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫൂട്ടർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഡിവ് ഉണ്ട്. ആ ഡിവിൻ്റെ ഉള്ളിൽ ഒരു നമ്മുടെ ലോഗോയും ഉണ്ട്. അതേപോലെ അതിൻ്റെ താഴത്തായിട്ട് എന്തുണ്ട്, ഒരു ചെറിയൊരു പാരഗ്രാഫും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, IMG ഇമേജസിൻ്റെ ഉള്ളിലുള്ള ലോഗോ. ഓക്കെ, ഇനി അതിൻ്റെ അടിയിൽ എന്തുണ്ട്, പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ്
ഓക്കെ, നമ്മുടെ പാരഗ്രാഫിന് ഈ സെയിം സ്റ്റൈലാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ അങ്ങോട്ട് കൊടുത്തു പോവാം. അതുപോലെ ഇമേജിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു വിടുത്ത് കൊടുക്കുകയാണ് 120 പിക്സൽ. പാരഗ്രാഫിന് ഒരു മാർജിൻ ടോപ്പ് 5 കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഡിവ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഡിവ് ഒരു H3 ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടൈറ്റിൽ യൂസ്ഫുൾ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്, യൂസ്ഫുൾ ലിങ്ക്സ്. അതിൻ്റെ താഴത്തായിട്ട് എന്താ വരുന്നത്, ഒരു ULLI സ്റ്റാർ A. ഈ LIക്കുള്ളിൽ കണ്ടന്റ് അബൌട്ട് അസ്, ഇവൻറ്റ്സ്, about us, events, blogs, FAQ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്റ്റൈൽ കൊടുക്കാം. ക്ലാസ് ടെക്സ്റ്റ് 16 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, മാർജിൻ ബോട്ടം 10. ഓക്കെ, നമ്മുടെ ഓരോ LIക്കും ഒരു ചെറിയ മാർജിൻ ബോട്ടം കൊടുക്കാം. ഇനി നമ്മുടെ Aക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസും ഫോണ്ട് കളറും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ, ടെക്സ്റ്റ് #5555. ഓക്കെ, നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് ഇങ്ങനെ താഴത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാർജിൻ ബോട്ടം 5 മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഗ്രിഡ് നിർത്താം. ഗ്രിഡ് കോൾസ്, എത്ര കോളംസ് ഉണ്ട്, 1 2 3 4 കോളംസ് ഉണ്ട്. ഗ്രിഡ് കോൾസ് 4, ഗ്യാപ്പ് 10. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫൂട്ടറിന് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ PY20 കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതേപോലെ ഈ രണ്ടാമത്തെ ഡിവ് പോലെ നമുക്ക് എന്തുണ്ട്, 2 ഡിവും കൂടി ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് മാറ്റി കൊടുക്കാം. മെയിൻ മെനു കോണ്ടാക്റ്റസ്, മെയിൻ മെനു കോണ്ടാക്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാറ്റി കൊടുത്താൽ മതി. ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് എന്ത് ചെയ്തു, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. എല്ലാവർക്കും ഇത് ഏകദേശം ടൈൽവിൻഡ് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ മൊബൈൽ റെസ്പോൺസീവും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു, ബൈ.